ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ആദ്യം നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് മൈദയാണ്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ടത് കുഴച്ചെടുക്കണം. വലിയ പണിയൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ നമുക്കിതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ കൈക്കുള്ളിൽ വെച്ച് ഈ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണേ. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിന് വിള്ളലൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒരുപാട് കട്ടി കൂടാതെ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്കത് നല്ല ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിന് ശേഷം നമുക്ക് ഓയിൽ ചൂടാക്കി ഇതൊന്ന് വറുത്തെടുക്കണേ. ചെറിയ തീയിലിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ആകും കേട്ടോ, ഒത്തിരി താമസമൊന്നുമില്ല. നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഇനി ഒരു സിറപ്പ് റെഡിയാക്കണം. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ചെറിയ രീതിയിൽ ക്യാരമൽ ചെയ്തെടുക്കണം. ക്യാരമൽ ചെയ്യുമ്പോൾ ഒരുപാട് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മിഠായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. മിഠായി ഫുൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാ മിഠായിലും ക്യാരമൽ പറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ആറാൻ വേണ്ടി വെക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ നന്നായിട്ട് പോയ ശേഷം നമുക്കൊരു ടിന്നിലിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.